ഉള്ളത് ഇപ്പൊ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് എത്താറായിരിക്കുന്നു. നമ്മുടെ തെക്കിൽ പറമ്പ സ്കൂൾ. ഈ സ്കൂളിന് 102 വർഷമായിട്ടോ. ഇവിടെയാണ് നമ്മൾ ഡാഡിയും ചട്ടുമാവും ഒക്കെ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെയും ഉണ്ട് കുറച്ച് സ്കൂളുകൾ. ഈ സ്കൂളാണ് ചട്ടുമ്മ പഠിച്ചത്. ഇത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നത് നല്ല ഭംഗിയാക്കുന്നുണ്ട്. ഇന്ന് ചട്ടുമാവും ഡാഡിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളും ആ സ്കൂളേ ഉണ്ടായിട്ടു കേട്ടോ. പിന്നെ നമ്മളെ സ്കൂളൊക്കെ തുറക്കാൻ പോകുകയല്ല, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്യാണ് കേട്ടോ. നല്ല ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബെഞ്ചൊക്കെ നല്ല ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബലൂണൊക്കെ ഊതി വെച്ച് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷനാണ് എല്ലാം ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഗാന്ധിജി ഗായ്സ് ഇവിടെ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സ് ഡെക്കറേഷൻ. ഒരു ഹായ് പറയോ? ഇത് കണ്ടോ, ചട്ടുമ്മ 7th സ്റ്റാൻഡേർഡിൽ ഈ ക്ലാസ് റൂമിലാണ് കേട്ടോ പഠിച്ചത്. ഇവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ടത്രയാണ് കേട്ടോ. പിന്നെ അവിടെ കുട്ടികളെ ചെയറൊക്കെ ഉണ്ട് കേട്ടോ. KG സെക്ഷനിൽ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാണ്. ഗായ്സ് ഇത് കണ്ടില്ല, ഇതാണ് ഗ്രൗണ്ട്. പയ്യ നല്ല ഹാപ്പിയാണ് കേട്ടോ ഗായ്സ്. ആണ് പയ്യൻ്റെ ക്ലാസ് റൂം നമ്മൾ കണ്ടുപിടിച്ചു ഗായ്സ്. നല്ല ബെഞ്ചൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴോട്ടേക്ക് പോവാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് സ്കൂള്. 2 വർഷമായിട്ട് അടിച്ചിട്ടല്ലേ. ഇപ്പം നല്ല ക്ലീനിങ് ആണ്. ഇതൊക്കെ പഴയ ബാത്റൂമാണ് കേട്ടോ ഗായ്സ്. ഇതൊക്കെ പുതിയ ബാത്റൂമാണ് കേട്ടോ. ന്യൂ ടോയ്ലറ്റ്. ഗായ്സ് ഇതാണ് സ്കൂൾ ഓഡിറ്റോറിയം. അപ്പം ഇത് കെട്ടിയത് 1000 എത്രയാപ്പാ ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഇത് പുതിയ ഓഡിറ്റോറിയം. യെസ്, പുതിയ ഓഡിറ്റോറിയം ആണ് കേട്ടോ. ഈ സ്കൂളിന്റെ അടുത്തുള്ള കുളത്തിലാണ് പോകുന്നത്. നമുക്ക് അവിടത്തോട്ടേക്ക് പോവാട്ടോ. സ്കൂളിന്റെ അടുത്തുള്ള ആൽമരാണ് കേട്ടോ. ഇവിടെ ചട്ടുമൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു ചട്ടുമ. കണ്ടില്ലേ, വലിയ ആൽമരാണ് കേട്ടോ ഗായ്സ്. പിന്നെ ഇതിന്റെ അകത്ത് കുറെ ഗപ്പി ഉണ്ട്. അതന്നെ, കുറെ ഗപ്പീസ് ഉണ്ട്. പറമ്പ സ്കൂളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാതെ ബൈ.